ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെബ് ടെക്നോളജി ചാപ്റ്റർ 4 +2 കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഇതിൻ്റെ മുൻപ് അപ്ലോഡ് ചെയ്ത ഭാഗങ്ങൾ കാണുക. അതിനുശേഷം ഈ ഭാഗം പഠിക്കാൻ തുടങ്ങുക. എന്നാൽ മാത്രമേ പറയുന്ന കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. ക്ലാസ് എപ്പോഴും ഞാൻ എടുക്കുന്നത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മറ്റ് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട് എന്നൊരു രീതിയിലാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്പ്ലേയിങ് പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ്, അതായത് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് എഡിറ്ററിൽ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് അതുപോലെ തന്നെയല്ല വെബ് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. കാരണം നമ്മൾ എഴുതുന്ന ടെക്സ്റ്റ് അവിടെ ഫോർമാറ്റ് ചെയ്ത ശേഷമാണ് പിന്നീട് അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് പ്രീ ടാഗ്. ഇറ്റ് ടെൽസ് ദി browser that the enclosed text is pre-formatted and should not be reformatted again. അതായത് പ്രീ ടാഗിനകത്ത് എഴുതുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രീ ഫോർമാറ്റഡ് ആണ്, അതിനെ വീണ്ടും റീഫോർമാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അവിടെ ബ്രൗസറിന് നൽകുന്ന നിർദ്ദേശം. ഓക്കെ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ബോഡി ടാഗിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇനി ഇത് റൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് നോക്കാം. അതായത് ഈ ഒരു രീതിയിലാണ് നമുക്കൊരു ഡിസ്പ്ലേ ചെയ്തത്. നമ്മളുടെ കണ്ടന്റ് എഴുതിയത് ടെക്സ്റ്റ് എഴുതിയത് ലൈൻ ബൈ ലൈൻ ആയിരുന്നു, പക്ഷേ ഡിസ്പ്ലേ ചെയ്തപ്പോൾ ആ ഒരു രീതിയിലല്ല വന്നത്. കാരണം ബ്രൗസർ അത് ഫോർമാറ്റ് ചെയ്ത ശേഷമാണ് നമുക്കൊരു ഡിസ്പ്ലേ ചെയ്ത് തന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് കണ്ടന്റ് തന്നെ പ്രീ ടാഗിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാം. അതായത് പ്രീ ടാഗിൻ്റെ ഓപ്പൺ ചെയ്തു, അതിനുശേഷം നമ്മുടെ ടെക്സ്റ്റ് കഴിഞ്ഞതിന് ശേഷം പ്രീ ടാഗ് ക്ലോസ് ചെയ്തു. ഇനി ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് ലഭിക്കുന്നതെന്ന് നോക്കാം. റൺ ചെയ്യുന്നു, നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്, നമ്മളിവിടെ ടെക്സ്റ്റ് എഡിറ്ററിൽ ഏത് രീതിയിലാണോ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തത് ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തത്. അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് പ്രീ ടാഗ്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടാഗ് പഠിക്കാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന ടാഗാണ് അഡ്രസ് ടാഗ്. അതായത് അഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് അഡ്രസ് ടാഗ്. അതുപോലെ തന്നെ കൂടുതലായിട്ടും ബ്രൗസേഴ്സ് നമ്മൾ ഈ അഡ്രസ് ടാഗിനകത്ത് എഴുതുന്ന കണ്ടന്റിനെ ഇറ്റാലിക്സിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് മാർക്യൂ ടാഗ്, ഡിസ്പ്ലേയിങ് ദ ടെക്സ്റ്റിനെ സ്ക്രോളിംഗ് മാർക്യൂ. അതായത് നിങ്ങൾ ന്യൂസ് ചാനൽസിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ന്യൂസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴെ കൂടി പോകുന്നത്. അപ്പോൾ അതുപോലെ ആ ഒരു രീതിയിൽ നമുക്ക് കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുന്നതിന്, ടെക്സ്റ്റ് ആവാം, ഇമേജ് ആവാം, അങ്ങനെയുള്ള കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് മാർക്യൂ ടാഗ്. Displays a piece of text or image scrolling horizontally or vertically in the web page. അപ്പോൾ വെബ് പേജിൽ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടോ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ട് ഒരു ടെക്സ്റ്റിനെയോ ഇമേജിനെയോ സ്ക്രോൾ ചെയ്യാം. അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് മാർക്യൂ എന്ന് പറയുന്നത്. മാർക്യൂ ടെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ഹൈറ്റ്. മാർക്യൂവിൻ്റെ ഹൈറ്റ് പിക്സലിൽ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹൈറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അതുപോലെ വിഡ്ത്ത്, നമ്മൾ സെറ്റ് ചെയ്യുന്ന മാർക്യൂവിൻ്റെ വിഡ്ത്ത് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യുന്നു. അതുപോലെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് രീതിയിലാണ് സ്ക്രോൾ ചെയ്യേണ്ടത്, അതായത് അപ്പ് ഡൗൺ അല്ലെ അപ്പ് ആയിട്ടാണോ ഡൗൺ ആയിട്ടാണോ ലെഫ്റ്റ് റൈറ്റ്, ഇങ്ങനെയുള്ള വാല്യൂസ് ആണ് ഡയറക്ഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനുള്ളത്. അടുത്തതായിട്ട് ബിഹേവിയർ. ദിസ് സ്പെസിഫൈസ് ദ ടൈപ്പ് ഓഫ് സ്ക്രോളിംഗ് ഓഫ് ദി മാർക്യൂ ഏത് ടൈപ്പിലാണ് സ്ക്രോൾ ചെയ്യേണ്ടത് ആ വാല്യൂ ആണ് ബിഹേവിയറിന് നൽകുന്നത്. അപ്പോൾ അതിന് വരാവുന്ന വാല്യൂസ് ആണ് സ്ക്രോൾ, സ്ലൈഡ്, ഓൾട്ടർനേറ്റീവ്. അതുപോലെ സ്ക്രോൾ ഡിലേ. ദിസ് സ്പെസിഫൈ ടൈം ഡിലേ ബിറ്റ്വീൻ ഈച്ച് ജംപ്. ഓരോ ടൈമും ഈ മാർക്യൂ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അതിന് ഇടയിലുള്ള ടൈം ഡിലേ ആണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ നമ്മൾ എപ്പോഴും നൽകുന്നത് സെക്കൻഡ്സിലായിരിക്കും. സ്ക്രോൾ എമൗണ്ട്, അതായത് ഏത് സ്പീഡിലാണ് ടെക്സ്റ്റ് അവിടെ സ്ക്രോൾ ചെയ്യേണ്ടത്, അതാണ് സ്ക്രോൾ എമൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ലൂപ്പ്, അതായത് എത്ര ടൈംസ് ആണ് നമുക്ക് ആ മാർക്യൂ എലമെന്റ് അവിടെ സ്ക്രോൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ലൂപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. എച്ച് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന മാർക്യൂവിൻ്റെ അതിന് ചുറ്റുമുള്ള ഹൊറിസോണ്ടൽ സ്പേസ് ആണ് എച്ച് സ്പേസ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മൾ വാല്യൂസ് നൽകുന്നത് പിക്സൽസിലാവാം അല്ലെങ്കിൽ പെർസെൻറ്റേജ് വാല്യൂ ആണ്. അതുപോലെ വി സ്പേസ് എന്ന് പറയുന്നത് മാർക്യൂവിൻ്റെ വെർട്ടിക്കൽ സ്പേസ്, മാർക്യൂവിന് ചുറ്റുമുള്ള വെർട്ടിക്കൽ സ്പേസിനെയാണ് വി സ്പേസ് ഉദ്ദേശിക്കുന്നത്. ദിസ് ക്യാൻ ബി വാല്യൂ ഇൻ പിക്സൽസ് ഓർ പെർസെൻറ്റേജ് വാല്യൂ. അപ്പോൾ മാർക്യൂ എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ബോഡി ടാഗിൻ്റെ അകത്ത് കുറച്ച് കണ്ടന്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അഡ്രസ്സ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് അഡ്രസ് ടാഗ് ഉപയോഗിക്കാം. അഡ്രസ് ടാഗ് ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് കാണാം. അഡ്രസ് ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തു, അതുപോലെ തന്നെ അഡ്രസ് ടാഗ് ക്ലോസ് ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
അതായത് നമ്മൾ കൊടുത്ത അഡ്രസ് ടാഗിനകത്ത് കൊടുത്ത ഡീറ്റെയിൽസ് ഇറ്റാലിക്സ് ഫോണ്ടിലായിട്ടാണ് വന്നത്. ഈ ഒരു രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അഡ്രസ് ടാഗ്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു മാർക്യൂ സെറ്റ് ചെയ്തു. ആ മാർക്യൂവിൻ്റെ വിഡ്ത്ത് 50% ആയിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ വരേണ്ട കണ്ടന്റും നൽകി. ദിസ് വിൽ ടേക്ക് ഓൺലി 50% ഓഫ് ദി ബ്രൗസർ വിൻഡോ. അതിനുശേഷം മാർക്യൂ ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് ലഭിക്കുന്നത് കാണാം. അതായത് ദിസ് വിൽ ടേക്ക് ഓൺലി 50% ഓഫ് ദി ബ്രൗസർ വിൻഡോ എന്ന മെസ്സേജ് ഇവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്നതായിട്ട് കാണാം. ഇവിടെ നമ്മൾ നൽകിയ വിഡ്ത്ത് 50% ആയിരുന്നു. അതായത് ടോട്ടൽ ആ ബ്രൗസറിൻ്റെ വിഡ്ത്ത് ഏതാണോ അതിന് 1/2% ആണ്, അല്ലെങ്കിൽ ഹാഫ് പോർഷനാണ് ഇവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്നത്. ഇവിടെ നമുക്ക് ഈ വാല്യൂസ് 50ൽ നിന്ന് ഒരു 100% ആക്കി നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നതെന്ന് കാണാം. ഓക്കെ, 100% ആയപ്പോൾ നമുക്ക് മെസ്സേജ് ഈ സ്ക്രോൾ ചെയ്യുന്ന കണ്ടന്റ് ആ ഫുൾ വിഡ്ത്തിൽ സ്ക്രോൾ ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ എന്താ വിഡ്ത്ത് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് നിങ്ങൾ വാല്യൂസ് ഒന്നും നൽകിയില്ലെങ്കിൽ, ആട്രിബ്യൂട്ടിന് വാല്യൂസ് ഒന്നും നൽകിയില്ല, മാർക്ക് മാത്രം സെറ്റ് ചെയ്തെങ്കിൽ റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ദിസ് വിൽ ടോക്ക് ഓൺലി. ഓക്കെ, ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. ഇവിടെ മാർക്യൂ കണ്ടന്റ് സെറ്റ് ചെയ്തു. ഇവിടെ മാർക്യൂ ഹൈറ്റ് ഈക്വൽ ടു 100%. എന്നിട്ട് ഹൈറ്റ് നമ്മൾ 100% ആയിട്ട് കൊടുത്തു. അതുപോലെ എച്ച് സ്പേസ് 100 ആയിട്ട് നൽകി. എച്ച് സ്പേസ് എന്ന് പറയുമ്പോൾ ഈ മാർക്യൂവിന് ചുറ്റുമുള്ള സ്പേസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ നൽകി, ദെൻ ഡയറക്ഷൻ അപ്പ് ആയിട്ട് നൽകി. ഇനി ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് ലഭിക്കുന്നത് നോക്കാം. അതായത് നിങ്ങൾ ഡയറക്ഷൻ നൽകിയത് അപ്പ് ആയിട്ടാണ്, അതുകൊണ്ട് മുകളിലേക്ക് രീതിയിൽ സ്ക്രോൾ ചെയ്ത് വരുന്ന രീതിയിലാണ് ഇവിടെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്തു വന്നത്. മാത്രമല്ല ഹൈറ്റ് 100 ആയിട്ട് സെറ്റ് ചെയ്തു, അതുകൊണ്ടാണ് ഈ മാർക്യൂവിന് ഹൈറ്റ് 100. പകരം ഈ ഹൈറ്റ് 100 എന്ന് പറയുന്നത് ഒരു 200 നൽകിയാൽ നമുക്ക് ഏത് രീതിയിലാണ് ഔട്ട്പുട്ട് കിട്ടുന്നത് നോക്കാം. മനസ്സിലായി? 200 വരുമ്പോൾ ഹൈറ്റ് കുറച്ചുകൂടി കൂടി. അപ്പോൾ ഹൈറ്റ് സെറ്റ് ചെയ്യുന്നത്, ഈ ഒരു ഹൈറ്റ് ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ മാർക്യൂവിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ എച്ച് സ്പേസ് എന്ന് പറയുന്നത് മാർക്യൂവിൻ്റെ ചുറ്റുമുള്ള ഹൊറിസോണ്ടൽ സ്പേസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ എച്ച് സ്പേസ് നമുക്ക് 100ൽ നിന്ന് കുറച്ച് കൊടുക്കാം, അതായത് ഒരു 50 നൽകാം. 50 നൽകുമ്പോൾ എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. അതായത് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് കുറച്ചുകൂടി അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ 100 കൊടുക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ സെറ്റ് ചെയ്യുന്ന മാർക്യൂവിൻ്റെ സ്പേസ് ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് എത്ര മാറിയിരിക്കണം എന്നതാണ് എച്ച് സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഹൈറ്റും അതുപോലെ എച്ച് സ്പേസും ഡിഫറൻറ്റ് ആട്രിബ്യൂട്ടാണ്. ഹൈറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത് മാർക്യൂവിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. എച്ച് സ്പേസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത മാർക്യൂവിൻ്റെ ചുറ്റുമുള്ള ഹൊറിസോണ്ടൽ സ്പേസ് എത്രയായിരിക്കണം. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു 200 എന്ന് പറയുന്ന വാല്യൂ എച്ച് സ്പേസിൽ നൽകാം. അതായത് കുറച്ചുകൂടി ഹൊറിസോണ്ടൽ സ്പേസ് കഴിഞ്ഞിട്ടായിരിക്കും അവിടെ മാർക്യൂ പ്രത്യക്ഷപ്പെടുന്നത്. മനസ്സിലായാലോ? അപ്പോൾ മാർക്യൂ ടാഗ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിനുള്ളിലായിട്ട് നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എഴുതാം. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ട മെസ്സേജ് ഇങ്ങനെയാണ്: ദിസ് വിൽ സ്ക്രോൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇവിടെ ഹൈറ്റ് നമ്മൾ 20 ആയിട്ട് സെറ്റ് ചെയ്തു. അതുപോലെ വി സ്പേസ് 30. വി സ്പേസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എക്സ് സ്പേസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കണ്ടു. അതുപോലെ വി സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്യുന്ന മാർക്യൂവിൻ്റെ വെർട്ടിക്കൽ സ്പേസ്, ചുറ്റുമുള്ള വെർട്ടിക്കൽ സ്പേസ് എത്രയായിരിക്കണം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്തു. ഡയറക്ഷൻ റൈറ്റ്, അതായത് റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മുടെ സ്ക്രോളിങ് തുടങ്ങേണ്ടത്. ഇനി ഇത് റൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഔട്ട്പുട്ട് ലഭിക്കുക എന്ന് നോക്കാം. റൺ ചെയ്യുന്നു. അതായത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത തൊട്ട് താഴെ അടുത്തൊരു മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണ് ഇവിടെ സ്ക്രോൾ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ഹൈറ്റ് നിങ്ങൾ 20 ആയിട്ട് കൊടുത്തു, അതുകൊണ്ടാണ് ഹൈറ്റ് ഇവിടെ കുറഞ്ഞു വന്നത്. മാത്രമല്ല വി സ്പേസ് 30 പിക്സൽസ് വെർട്ടിക്കൽ സ്പേസ് കഴിഞ്ഞിട്ടാണ് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത മാർക്കിൽ നിന്നും ഒരു 30 പിക്സൽസ് കഴിഞ്ഞിട്ടാണ് അടുത്ത മാർക്ക് തുടങ്ങിയത്. ഇൻ കേസ് ഈ വി സ്പേസ് തന്നെ 10 ആയിട്ട് നൽകി നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഔട്ട്പുട്ട് ലഭിക്കുന്നത് നോക്കാം. അതായത് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ സ്ക്രോളിംഗ് കണ്ടന്റ് കുറച്ചുകൂടി ഉയരത്തിലേക്കായി. മനസ്സിലായാലും വെർട്ടിക്കൽ സ്പേസ് ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾ സെറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇവിടെ ഹെക്സാ വാല്യൂസ് ആയിട്ടാണ് നൽകിയത്. ഹെക്സാ വാല്യൂസിന് പകരം നിങ്ങൾക്ക് കളർ വാല്യൂ മെൻഷൻ ചെയ്യാം. മാർക്യൂ ടാഗ് എന്താണെന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഓരോ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് സെറ്റ് ചെയ്ത് നോക്കുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എക്സാമിന് ഇതൊരിക്കലും ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനും കൂടി ഷെയർ ചെയ്യണേ. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്